ഹായ്, നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കേണ്ട 8 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി, ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്, അതോടൊപ്പം ഒരു ഓൺട്രപ്രണറുമാണ്. നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പാലിക്കേണ്ട, നിങ്ങൾ സ്വഭാവമായിട്ട് കൊണ്ടു നടക്കേണ്ട 8 കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ സംവദിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒന്നാമത്തതുമായിട്ടുള്ളത് കാര്യം അപ്ഡേറ്റ് യുവർ സെൽഫ് എവരിഡേ എന്നുള്ളതാണ്. അതായത് നിങ്ങളെ തന്നെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഏത് മേഖലയിൽ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും, സർവീസ് ആകട്ടെ, പ്രൊഡക്ഷൻ ആകട്ടെ, അല്ലെങ്കിൽ മറ്റു ഐഡിയ ആകട്ടെ, എന്ത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിലും നിങ്ങളുടെ മേഖലയിലുള്ള അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും മാർക്കറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചും അവിടുത്തെ കോമ്പറ്റീഷനെ കുറിച്ചും പ്രൈസ് വൈസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ സ്ഥാപനത്തെയും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വേഗത്തിൽ ഓടിയെത്താൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത്, ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് യുവർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഗിവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഇവിടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ തന്നെയാണ്. ഏറ്റവും നല്ലത് നിങ്ങളെ സ്റ്റാഫ് എന്നോ തൊഴിലാളികളെ എന്നോ പറയുന്നതിന് പകരം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് അവരെ കാണുന്നതും അവരെ നിങ്ങൾ പറയുന്നതുമാണ് ഏറ്റവും നല്ലത്. ആ രീതിയിൽ നിങ്ങൾ അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെ വളരുന്നുവോ അതിനനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്യാനും അവരെ ഇംപ്രൂവ് ചെയ്യാനും അതിലൂടെ അവരുടെ എഫിഷ്യൻസി വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് അവരുടെ എഫിഷ്യൻസി നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരെ വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും ഏൽപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയും. അങ്ങനെ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ഉത്തരവാദിത്ത ബോധം അവർക്കുണ്ടാകും. ഇത് എൻ്റേത് കൂടിയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകുകയും ഇവിടെ എനിക്ക് ഇന്ന ദൗത്യങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവുകയും ആ ബോധത്തിൽ നിന്ന് അവര് നിങ്ങളോടും നിങ്ങളുടെ സ്ഥാപനത്തോടും കൂടുതൽ കൂറ് പുലർത്തുന്നവരായി മാറുകയും ചെയ്യും. ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങളോടൊപ്പം വളർത്തി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ അവരും കൂടി വളരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ മാത്രം ഓടിയത് കൊണ്ട് നിങ്ങളുടെ സ്ഥാപനം വിജയിക്കുകയില്ല. നിങ്ങൾ മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തെ മൊത്തത്തിൽ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിലെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ തൊഴിലാളികളെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെയും നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് കസ്റ്റമറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആദ്യം നിങ്ങളെ പറഞ്ഞു, രണ്ടാമത്തേത് നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സ്റ്റാഫുകളെ, അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞു, മൂന്നാമത്തേത് കസ്റ്റമേഴ്സാണ്. അവിടെ മൂന്നാമത്തെ കാര്യം ഇതാണ്, ഗിവ് മോർ വാല്യൂസ് ടു യുവർ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ആകട്ടെ, സർവീസ് ആകട്ടെ, ഐഡിയ ആകട്ടെ, എന്തു തന്നെ ആയാലും അതവർ പണം കൊടുത്താണ് വാങ്ങിക്കുന്നത്. ആ പണത്തിനുള്ള മൂല്യം കൃത്യമായിട്ട് അവർക്ക് നൽകാനും അത് ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കസ്റ്റമർ എങ്ങനെയെങ്കിലും വന്ന പ്രൊഡക്റ്റോ ഐഡിയോ വാങ്ങിച്ച് പോയാൽ മതി എന്നുള്ള ഒരു ധാരണയിൽ നിന്ന് മാറി എന്താണോ കസ്റ്റമർ അതിനു വേണ്ടി ചെലവഴിക്കുന്നത് അതിലുപരിയുള്ള ഒരു മൂല്യം
നിങ്ങളുടെ പ്രൊഡക്റ്റിലൂടെ, നിങ്ങളുടെ സർവീസിലൂടെ, നിങ്ങളുടെ ഐഡിയയിലൂടെ ആ കസ്റ്റമർക്ക് നൽകാൻ നിങ്ങൾ സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ കസ്റ്റമർ നിങ്ങളുടെ കസ്റ്റമർ തന്നെയായി നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ആ കസ്റ്റമർ മുഖേന നിങ്ങൾക്ക് റെഫറൻസുകൾ വരുന്നുള്ളൂ. അങ്ങനെ കൂടുതൽ 1:20 എന്ന് പറയുന്നത് പോലെ ഒരു കസ്റ്റമർ മുഖേന 20 കസ്റ്റമർ വരുമെന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വാല്യൂസ് നിങ്ങളെ കസ്റ്റമേഴ്സിന് നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ അവർ നൽകുന്ന പണത്തിന് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നുള്ളൊരു ധാരണയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് ക്രമേണ ഗ്രാഫ് താഴ്ന്നുകൊണ്ടേ ഇരിക്കും എന്ന് മനസ്സിലാക്കുക. നാലാമത്തേത് ഹയറിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻസ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഏത് മേഖലയിലേക്കാണ് എങ്കിലും നമുക്ക് ആവശ്യമായ സ്റ്റാഫുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആഡ് മുഖേനയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ മുഖേനയോ ആളുകളെ വരുത്തി ഇന്റർവ്യൂ ചെയ്ത് അവരെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്, നമ്മൾ ഹയർ ചെയ്യുന്നതാണ്. ഇത് മാത്രം പോരല്ലോ, അവർ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താണ് ഞാൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നിയമിച്ചിരിക്കുന്ന ഈ തൊഴിലാളിക്ക്, ഈ സ്റ്റാഫിന് എന്തൊക്കെ ക്വാളിറ്റികളാണുള്ളത്, മാത്രമല്ല അദ്ദേഹത്തെ എങ്ങനെയാണ് ഇനി ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമയബന്ധിതമായി കൊണ്ട് തന്നെ മോണിറ്റർ ചെയ്യുകയും, മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, അവിടെ ആവശ്യമായി വരുന്ന നെസസറി ആക്ഷൻസ് നിങ്ങൾ എടുക്കുകയും വേണം. ഞാൻ ഇത് മാത്രം വെച്ചൊരു വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ സാധാരണഗതിയിൽ 4 തരം തൊഴിലാളികളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഹൈ കാപ്പബിലിറ്റി ആൻഡ് ഹൈ കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് തലത്തിൽ അവർ വളരെ നന്നായിരിക്കും, അതുപോലെ തന്നെ നല്ല കഴിവുമുള്ളവരായിരിക്കും. അത്തരം സ്റ്റാഫുകളെ കാലാകാലം നിങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അതിനുവേണ്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോടൊപ്പം നിങ്ങൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും മാത്രമല്ല അവരെ അപ്ഡേറ്റ് ചെയ്യുകയും അതുമാത്രം പോരാ, അവരെ എലിവേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ട് അവരെ എപ്പോഴും നമ്മളോടൊപ്പം നിർത്തുകയും നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വരുന്നത് ഹൈ കാപ്പബിലിറ്റി ബട്ട് ലോ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഇത്തരം ആളുകൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകും. അത്തരം ആളുകൾ ആ സ്ഥാപനത്തിന്റെ ഒരു അസറ്റ് ആയിരിക്കും, പക്ഷേ പലപ്പോഴും കമ്മിറ്റ്മെന്റ് ബേസിൽ അവർ വളരെ മോശമായിരിക്കും. കൃത്യമായ സമയത്തിന് വരില്ല, കൃത്യമായ റിപ്പോർട്ടുകൾ നൽകുകയില്ല, ഏൽപ്പിച്ച വർക്ക് കൃത്യമായി എടുക്കുകയില്ല. പക്ഷേ ആ വർക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യാനുള്ള നോളജും കാപ്പബിലിറ്റിയും അദ്ദേഹത്തിന് ധാരാളം ഉണ്ടായിരിക്കും. ബട്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പെട്ടെന്ന് ഒഴിവാക്കി വിടാനും നമുക്ക് സാധിക്കുകയില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ഈ നെഗറ്റീവായിട്ടുള്ള ഭാഗം എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് വിലയിരുത്തുകയും അതിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായി നമ്മൾ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഓഫറുകൾ കൊടുക്കുകയും അതോടൊപ്പം അവരെ ചാലഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവിടെ എന്താണോ അവരെ മോശപ്പെട്ട ഭാഗം, അവരുടെ കമ്മിറ്റ്മെന്റ് ആണല്ലോ, ആ കമ്മിറ്റ്മെന്റ് തലത്തിൽ അവരെ ബെസ്റ്റാക്കി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഹൈ കമ്മിറ്റ്മെന്റ് ബട്ട് ലോ കാപ്പബിലിറ്റി ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഒരു സന്തത സഹചാരിയായി നമ്മുടെ ഇടത്തും വലത്തും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും മുന്നിൽ ഉണ്ടാകും. പക്ഷേ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാകില്ല, കപ്പാസിറ്റി ഉണ്ടാവുകയില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആളുകൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആവശ്യമാണ്. അവർ നിങ്ങളോടും നിങ്ങളുടെ സ്ഥാപനത്തോടും കൂറുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ ടെക്നിക്കാലിറ്റി ട്രെയിനിങ്ങുകളും അതുപോലെ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്ങുകളും ഹാർഡ് സ്കിൽസ് ട്രെയിനിങ്ങുകളും എല്ലാം കൊടുത്തുകൊണ്ട് അവരുടെ കാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് 2 തലത്തിലും അവരെ പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നാൽ 4ാമത്തെ ഒരു വിഭാഗമുണ്ട്, അത് ലോ കാപ്പബിലിറ്റിയും ലോ കമ്മിറ്റ്മെന്റുമായിരിക്കും. അത്തരം ആളുകളെ 2ാമതൊരു ചിന്തയ്ക്ക് വിധേയമാക്കാതെ ഉടനെ പറഞ്ഞു വിടുന്നതാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് നല്ലത്. തിരിച്ചറിയുക. ഇതാണ് പറഞ്ഞത്, നമ്മൾ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, നെസസറി ആക്ഷൻസ് എടുക്കണം. ഇതോടൊപ്പം നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് ആവശ്യമായുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. 5ാമത്തേത്
ഡു സോട്ട് അനാലിസിസ് വെൻ നീഡഡ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സോട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് SWOT എന്നുള്ളതാണ്. ഇത് പ്രത്യേകം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. വളരെ ചുരുക്കി പറയാം. നിങ്ങളുടെ സ്ഥാപനത്തിനകത്തുള്ള സ്ട്രെങ്ത്തും അതോടൊപ്പം വീക്ക്നെസ്സും നിങ്ങൾ തിരിച്ചറിയുകയും അത് പ്രത്യേകം നോട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ച് നിങ്ങളുടെ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ വീക്ക്നെസ്സുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പുറത്തു നിന്നുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ത്രെഡ്സുകൾ, ഭീഷണികളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഓപ്പർച്യൂണിറ്റി വേണ്ട മാത്രം ഉപയോഗപ്പെടുത്തുക. ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, അത് നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ കഴിയുമ്പോഴാണ് നിങ്ങളൊരു ബെസ്റ്റ് ബിസിനസ്മാൻ ആകുന്നത്. അതോടൊപ്പം ത്രെഡ്സുകൾ ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭീഷണികൾ ഉണ്ടാകും, പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകും. ആ ഭീഷണികളൊക്കെ തരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ചില ഭീഷണികൾ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, ഇത് നാലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന അനാലിസിസ് ഇടയ്ക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നടത്തിക്കൊണ്ട് അത് റെക്ടിഫൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻസും കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ തിരിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആറാമത്തത്, ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ നിർബന്ധമായിട്ടും ഒബേ ചെയ്യേണ്ട കാര്യമാണ്. യെസ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ, നോ എന്ന് കൂടി പറയാൻ പഠിക്കണം. അതായത് yes/no എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നമ്മൾ ബിസിനസ്സുകാർ അറിയാതെ യെസ് അങ്ങ് പറഞ്ഞു പോകും. പക്ഷേ ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായി ധാരണയോടുകൂടി പഠിച്ച് വേണം നമ്മൾ യെസ്സും നോയും പറയാൻ. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു പരസ്യ കമ്പനി നിങ്ങളുമായി സമീപിക്കുകയാണ്. വന്നിട്ടുള്ള ആള്, അതല്ലെങ്കിൽ ഈ പരസ്യ കമ്പനിയുടെ ഓണർ നിങ്ങളുടെ അടുത്ത ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ് ആയിരിക്കാം. അവർ വന്ന് കാര്യം പറയുമ്പോൾ എങ്ങനെ ഇവർ ഒഴിവാക്കും എന്നുള്ളൊരു തോന്നലിൽ നിങ്ങൾ യെസ് പറഞ്ഞേക്കാം. അവിടെ ആ യെസ് അല്ല വേണ്ടത്. പകരം ആ പരസ്യം, ആ രീതി നിങ്ങളുടെ സ്ഥാപനത്തിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. നിങ്ങൾ മുടക്കുന്ന ക്യാഷിന് അത് വാല്യൂ ഉണ്ട് എങ്കിൽ മാത്രം, നിങ്ങൾക്കതിനുള്ള ഗുണം കിട്ടുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളതിന് പണം മുടക്കാവൂ, നിങ്ങളവിടെ യെസ് പറയാവൂ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പല ടൈഅപ്പുകൾക്ക് വേണ്ടിയും അതുപോലെയുള്ള പല ബിസിനസ്സുകൾക്ക് വേണ്ടിയുമൊക്കെ പലരും നമ്മളെ സമീപിക്കുമ്പോൾ ഈ ബിസിനസ്സിൽ എനിക്കെന്ത് നേട്ടം എന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തി പഠിച്ചതിന് ശേഷം വേണം അവിടെ യെസ് പറയാൻ. അതല്ലാതെ മറ്റ് വ്യക്തിബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ ഒന്നും ബിസിനസ്സിൽ ഇത്തരം കാര്യങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് യെസ്സും നോയും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പ്രശ്നമുണ്ടാകും. ഏഴാമത്തേത്, കീപ് വിൻ വിൻ പോളിസി വിത്ത് SFM എന്നുള്ളതാണ്. വിൻ വിൻ പോളിസി സാധാരണ നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷേ ഇവിടെ SFM എൻ്റെ വക ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ രണ്ട് പാർട്ടാണല്ലോ ഉള്ളത് എന്ന് പറയുമ്പോൾ ബിസിനസ്സും കസ്റ്റമറും. ഇവിടെ ബിസിനസ് മാത്രം വിജയിച്ചാൽ പോരാ, നമ്മുടെ കസ്റ്റമറും വിജയിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ആ കസ്റ്റമർ നമ്മളെ വിശ്വാസത്തിലെടുക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം, ഈ കസ്റ്റമർ, ഇത് രണ്ടും മാത്രം പോരാ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ നിങ്ങളൊരു ശക്തിയുണ്ട്. നിങ്ങൾ എത്ര പണം മുടക്കിയാലും എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ സ്ഥാപനത്തെ അനുദിനം പുരോഗതിയിലേക്ക് നയിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങളുടെ ബിസിനസ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് SFM എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ യുവർ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിനകത്തുള്ള, നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന
നിങ്ങളുടെ തൊഴിലാളികളെ നിങ്ങൾ മറക്കാതിരിക്കുക. അവരെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് വിൻ വിൻ, കീപ്പ് വിൻ വിൻ പോളിസി വിത്ത് SFM, സാറ്റിസ്ഫൈ യുവർ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് SFM എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. എട്ടാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രാക്ടീസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ബിസിനസ്സിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏത് പ്രൊഫഷണൽ എടുക്കുകയാണെങ്കിലും അതിലൊക്കെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് മനസ്സിലാകണമെന്നും അതിനൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിനേറ്റവും അട്രാക്റ്റീവായി ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളോടുണ്ടായിരിക്കണം, നിങ്ങളുടെ വെൽവിഷേഴ്സിനോടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഡീലേഴ്സിനോടുണ്ടായിരിക്കണം, നിങ്ങളുടെ സപ്ലയേഴ്സിനോടുണ്ടായിരിക്കണം, അതോടൊപ്പം അതിലുപരി നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടും ഉണ്ടായിരിക്കണം. ഈ കസ്റ്റമേഴ്സിനോട് ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കസ്റ്റമേഴ്സിനോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നേരിട്ടല്ല, പകരം നിങ്ങളുടെ തൊഴിലാളികളിലൂടെ, അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൂടെയാണ്. അതുകൊണ്ട് അത്തരം പ്രോപ്പറായിട്ടുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങുകളൊക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് നിങ്ങളെ സ്റ്റാഫുകൾക്ക് കൊടുത്തുകൊണ്ട് ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സൈനികരെ എത്രമാത്രം സജ്ജരാക്കി നിർത്തുന്നുവോ, അതല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്ക് വേണ്ടി വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും മെനിഞ്ഞുകൊണ്ട് ഒരു ടീമിനെ കോച്ച് ഏതെല്ലാം രീതിയിൽ ഒരുക്കി നിർത്തുന്നുവോ, അതേ രീതിയിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ, നിങ്ങളുടെ സ്റ്റാഫുകളെ ഒരുക്കി നിർത്താനും കൂടി നിങ്ങൾക്ക് കഴിയുമ്പോഴേ കൃത്യമായ, ഭംഗിയായ, അട്രാക്റ്റീവായ, റിസീവബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ ഉണ്ടാകുന്നുള്ളൂ. ആ പ്രോസസ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. തിരിച്ചറിയുക, ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി സംസാരിച്ചിട്ടുള്ള ഈ 8 കാര്യങ്ങൾ ഒരു നല്ല ബിസിനസ്സുകാരനായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾ രൂപപ്പെടുത്തുക. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ വല്ല സഹായവും ബിസിനസ് രംഗത്ത് വല്ല കൺസൾട്ടേഷനും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.